പ്രൈസ് ലോർഡ്. ക്രിസ്തേശൻ നാമത്തിൽ എല്ലാ പ്രിയ ക്രിസ്തീയ വന്ദനം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഒരു ദൈവവചന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യമാണ് ഞാൻ നിങ്ങളോട് വായിക്കുന്നത്. ഇവിടെ പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സെർമൺ ഓഫ് ദ മൗണ്ട്, അതായത് ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ 5, 6, 7 വാക്യങ്ങൾ യേശു ക്രിസ്തു നേരിട്ട് പുരുഷാരത്തോട് പറഞ്ഞ് നമുക്ക് ശിഷ്യന്മാരുമുണ്ട്. അതിനോടൊപ്പം യേശു പുരുഷാരത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. യേശുവിൻ്റെ നേരിട്ടുള്ള വഴി. ബൈബിളിൽ മനുഷ്യർ സംസാരിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ സംസാരിച്ച് നമുക്ക് കാണുവാൻ കഴിയും, അതുപോലെ പിശാച് സംസാരിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന വാക്കാണ് യേശുവിൻ്റെ. ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പോൾ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നവർ അല്ലെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന അനേക ആൾക്കാർ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്ന് വെച്ചാൽ ആരുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര എന്ത് സ്വർഗരാജ്യത്തിൽ കിടക്കണം. അപ്പോൾ ഇവിടെ പുരുഷാരത്തോട് കർത്താവ് പറയുകയാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പുറമേ ഉള്ളതൊക്കെ ലഭിച്ചേക്കാം, പക്ഷേ എന്നാൽ അതല്ല കർത്താവിൻ്റെ രാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഭക്ഷണീയം പാനീയവുമല്ല. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അത്ര എന്ത് ചെയ്യുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ, അപ്പം എന്നോടൊപ്പം നിങ്ങൾക്ക് വസിക്കണമെങ്കിൽ, എന്നിലുള്ള ഫലം നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഹല്ലേലൂയ. ഈ വായി കൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, കർത്താവേ കർത്താവേ എന്നൊക്കെ എന്ത് ചെയ്യുക, ജഡം കൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ ജഡത്തിലുള്ള പ്രവൃത്തിയല്ല സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തി, പകരം ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്ത് ചെയ്യുക, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അപ്പം ഈ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടെ പറയുകയാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യം. അപ്പം യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ പുറമെയുള്ള അനുഷ്ഠാനത്തേക്കാൾ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. വെറുതെ വാക്കുകൊണ്ട് കർത്താവേ എന്ന് വിളിക്കുന്നത് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതല്ല രക്ഷയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുകയും കർത്താവിൻ്റെ ഇഷ്ടം അനുസരിക്കുന്ന പ്രവൃത്തികൾ കാണുന്ന ഊന്നൽ നമ്മൾ നൽകേണ്ടത്. ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആത്മീക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മാറ്റമാണ് മാനസാന്തരവും, അതനുസരിച്ചുള്ള ജീവിതമാണ്. വെറും നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൾ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർ നമുക്ക് കാണാൻ എപ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ലോകത്തിലായാലും നമ്മൾ നോക്കും, മതപരമായുള്ള കാര്യങ്ങളാണ് അവരെപ്പോഴും. പക്ഷേ എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജഡത്തിലുള്ള പ്രവൃത്തിയല്ല, ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ആത്മീകമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ദൈവ ഇഷ്ടപ്രകാരം ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ആയിത്തീരണം. ജഡത്തിൻ്റെ നിയമങ്ങളോ, നമുക്ക് ജഡത്തിനൊരു കൽപ്പനയുണ്ട്, ഒക്കെ ജഡപരമായുള്ള കൽപ്പനകളല്ല, ആത്മപരമായുള്ള കൽപ്പനകളാണ് എന്ത് ചെയ്യുക, നാം അനുസരിക്കേണ്ടത്. ഇവിടെ പറയുന്നത് നമ്മുടെ വഞ്ചന എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ സ്വയം വഞ്ചിക്കുകയാണ് അല്ലേ. തങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നും സ്വയം വിശ്വസിക്കുകയും എന്നാൽ ദൈവകൽപ്പനകളെ എന്ത് ചെയ്യുക, അംഗീകരിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ കേൾക്കാറില്ലേ, ദൈവത്തെ നമുക്കറിയാം, ബിംബങ്ങളൊക്കെ ഒരുപാട് ആരാധിക്കുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. പക്ഷേ എന്നാൽ എന്ത് ചെയ്യുക, അവർ സ്വയം വിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യുക, അനുസരിക്കുക. പക്ഷേ എന്നാൽ എന്ത് ചെയ്യുക, അവർ അവഗണിക്കുക ചെയ്യുന്നത്. അതിൻ്റെ തുടർന്നുള്ള നമ്മൾ വാക്യങ്ങൾ 7-ന്റെ 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, തൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തവർ പോലും പ്രവചനം, ഭൂതങ്ങളെ പുറത്താക്കൽ, അത്ഭുതങ്ങൾ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, ദൈവരാജ്ഞ പുറത്തു പോകുമെന്ന് പറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ പ്രവൃത്തികളല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. പിശാചിനും അങ്ങനെ ചെയ്യാൻ കഴിയും. പിശാചും എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലേ. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മാനസാന്തരം നൽകുവാനിടയാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനസാന്തരം വരുമ്പോൾ അവൻ്റെ അകത്തുള്ള അശുദ്ധാത്മാവ് പുറത്തു പോകുവാനിടയാം. മാനസാന്തരം ഉണ്ടെങ്കിൽ മാനസാന്തരമുള്ള ശരീരത്തെ അശുദ്ധാത്മാക്കൾ ഇരിക്കത്തില്ല. പക്ഷെ അശുദ്ധാത്മാക്കൾ
ഇരിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസത്തിലുള്ള അനുസരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം നമ്മൾ എന്ത് ചെയ്യുക? അനുസരണത്തോടെ. അതുപോലെ നമുക്ക് കാണുവാണെങ്കിൽ 7:24 നമ്മൾ വായിക്കുമ്പോൾ കേട്ടും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പാറമേൽ വീഴുവാനുള്ള ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞ യഥാർത്ഥ ശിഷ്യമാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പാറമേൽ വീട് പണിത അത് യഥാർത്ഥ ശിഷ്യത്തിൻ്റെ അനുഭവമാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. ദൈവകൽപ്പന പ്രകാരം മെരുങ്ങി വരിക. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ചില വ്യക്തി ആയുർവേദം കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അസുഖം മാറാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവർ ഏത് കയ്പുള്ള മരുന്നും ഇവർ കഴിക്കും എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ നമുക്കൊരു വിശാലതകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ അനുസരണം, ദൈവസന അനുസരണം ഉണ്ടാവും. ഇച്ചിരി കഷ്ടപ്പെട്ടാലും സാരമില്ല, എന്ത് ചെയ്യാം? ദൈവം അതിനനുസരിക്കാമെന്നൊരു നമുക്ക് ചിന്ത ഉണ്ടാകണം. കർത്താവ് യേശുവിനെ അംഗീകരിക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ആത്മാർത്ഥതയുള്ള അനുസരണമുള്ള ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുക? സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജഡത്തിലുള്ള ഒരു പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ജഡത്തിലുള്ള ഇഷ്ടങ്ങൾ കൊണ്ടോ ഒന്നും കർത്താവിൻ്റെ രാജ്യത്ത് എന്ത് ചെയ്തില്ല? പ്രയോജനപ്പെടാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണമെങ്കിൽ അത് ദൈവനാമത്തിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനോട് കർത്താവേ എന്ന് വായിക്കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹൃദയത്തിലൊരു വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഈ വിശ്വാസ അടിസ്ഥാനമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം ഇതിയെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളല്ല അവിടെ നമ്മൾ നോക്കണം. പകരം എന്ത് ചെയ്യാം? കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിച്ചാൽ, അല്ലെ ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥിച്ചാൽ ഇല്ലല്ലോ അതിന് മറുപടി ലഭിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾക്കൊന്നിച്ച് ദൈവിക സന്തോഷം കേൾക്കാൻ ഇടയായ സന്ദേശം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ വരുത്തട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിൽ ചുമ്മാ ജസ്റ്റ് പ്രാർത്ഥിച്ചു പോകുന്നതായിട്ടല്ല, ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനാ ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.